തിരുവമ്പാടി മണ്ഡലത്തിൽ ഭാവിയിൽ നടപ്പാക്കേണ്ട വികസന പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി വികസന കോൺക്ലേവ് സംഘടിപ്പിച്ചു. കോൺക്ലേവ് സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് മെമ്പർ ഡോക്ടർ കെ രാംകുമാർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 50 വർഷത്തിനിടയ്ക്ക് കേരളത്തിൻ്റെ വളർച്ച അത്ഭുതകരമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ ഭാവിയിൽ നടപ്പാക്കേണ്ട വികസന പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായാണ് വികസന കോൺക്ലേവ് സംഘടിപ്പിച്ചത്. MLA ലിൻഡോ ജോസഫിൻ്റെ നേതൃത്വത്തിലായിരുന്നു കോൺക്ലേവ്. മുക്കം ഓർഫനേജ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ കൃഷി, മൃഗസംരക്ഷണം, കലാസംസ്കാരം, കായികം, പശ്ചാത്തല വികസനം, വയോജനം, പൊതുവിദ്യാഭ്യാസം, ആരോഗ്യം, മാലിന്യ സംസ്കരണം, കുടിവെള്ളം, ദുരന്ത നിവാരണം, വനിത, കുടുംബശ്രീ, പട്ടിക വിഭാഗക്ഷേമം, ഊർജ്ജം തുടങ്ങിയ 14 വ്യത്യസ്ത മേഖലകളിൽ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ പാനൽ ചർച്ചകൾ നടന്നു. ഈ ചർച്ചകൾ ക്രോഡീകരിച്ച് അവതരിപ്പിക്കുകയും മികച്ച ആശയങ്ങൾ തെരഞ്ഞെടുക്കുകയും ചെയ്തു. നമ്മുടെ തിരുവമ്പാടി നിയോജകമണ്ഡലം കഴിഞ്ഞ 10 വർഷം കൊണ്ട് വലിയ രൂപത്തിലുള്ള വലിയ മുന്നേറ്റങ്ങൾ സാധ്യമായി. 3875 കോടി രൂപയുടെ വികസനങ്ങൾ കഴിഞ്ഞ 5 വർഷം മാത്രം നടപ്പിലാക്കാൻ കഴിയും. പശ്ചാത്തല മേഖലയിൽ വലിയ മുന്നേറ്റമാണ് നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ളത്. നമുക്ക് ഇനിയും മുന്നേറേണ്ടുന്നതായ ഒരുപാട് മേഖലകളുണ്ട്. ആ മേഖലകളെ കണ്ടെത്താനും ഭാവി തിരുവമ്പാടി മണ്ഡലം എങ്ങനെയായിരിക്കണം എന്നുള്ള കാഴ്ചപ്പാട് രൂപീകരിക്കുന്നതിനാണ് ഇപ്രകാരം ഒരു കോൺക്ലേവ് നമുക്ക് രൂപം നൽകി. നമ്മുടെ കേരളം ഒരു വലിയ വികസിത രാജ്യത്തിന് തുല്യമായ രൂപത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു. ആ വളർച്ചകൾക്കെല്ലാം അനന്തമായ സാധ്യതകളെ കണ്ടെത്തുവാനും നേതൃത്വം നൽകുന്ന കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് മെമ്പറായിട്ടുള്ള ശ്രീ രാംകുമാർ സാറാണ് നമ്മുടെ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തത്. കോൺക്ലേവ് സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് മെമ്പർ ഡോക്ടർ കെ രാംകുമാർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 50 വർഷത്തിനിടയ്ക്ക് കേരളത്തിൻ്റെ വളർച്ച അത്ഭുതകരമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് ഏറ്റവും ഉയർന്ന പ്രതിശീർഷ വരുമാനമുള്ള സംസ്ഥാനങ്ങളിൽ 6ാം സ്ഥാനത്തെത്താൻ കേരളത്തിന് സാധിച്ചതായും വിദേശ രാജ്യങ്ങളോട് കിടപിടിക്കുന്ന പ്രതിശീർഷ വരുമാനം നേടാൻ സാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഉൽപ്പാദന മേഖല പ്രതീക്ഷിച്ച രീതിയിൽ വളരാത്തത് വലിയ പ്രതിസന്ധിയാണ്. ഇതിന് പരിഹാര നടപടികൾ സ്വീകരിക്കണം. തൊഴിലില്ലായ്മയിൽ നിന്ന് വലിയ രീതിയിൽ മോചനം നേടാൻ കേരളത്തിന് കഴിഞ്ഞ 10 വർഷത്തിനിടെ സാധിച്ചത് വലിയ നേട്ടമാണ്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന പ്രതിശീർഷ വരുമാനമുള്ള 6ാമത്തെ സംസ്ഥാനമാണ് ഇന്ന് കേരളം. ഏറ്റവും ദേശീയ ശരാശരിയേക്കാൾ സാമ്പത്തിക വളർച്ചയുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഈ പ്രതിശീർഷ വരുമാനം ഇന്ത്യയിലെ ഏറ്റവും വ്യവസായവൽകൃതമായിട്ടുള്ള ഗുജറാത്ത്, തമിഴ്നാട്, മഹാരാഷ്ട്ര അതുപോലെയുള്ള സംസ്ഥാനങ്ങളോട് കിടപിടിക്കുന്ന പ്രതിശീർഷ വരുമാനം ഇന്ന് കേരളത്തിലുണ്ട്. അതേസമയം സാമൂഹിക ശീലികൾക്ക് ഒരു കോട്ടവും പറ്റിയിട്ടുമില്ല. അവിടെ മുന്നേറ്റങ്ങൾ നമ്മൾ തുടരുകയാണ്. 2017 നഗരമേഖലകളിൽ തൊഴിലില്ലായ്മ 13.5% ഇന്ന് 6.7% കുറഞ്ഞു. ഗ്രാമീണ മേഖലകളിൽ 10 വർഷം മുമ്പ് 11% ഇന്ന് 7% കുറഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ ലിൻഡോ ജോസഫ് MLA അധ്യക്ഷനായി. വി വസീഫ്, ടി വിശ്വനാഥൻ, VK വിനോദ്, വി കുഞ്ഞാലി, കെ മോഹനൻ, ടാർസൻ ജോസ്, അഡ്വക്കേറ്റ് KP ചാന്ദിനി, G അബ്ദുൽ അക്ബർ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.